പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നയിക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങൾ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഉദ്വിധം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവൻ. സാമുവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 21-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ദാവീദ് നോബിൽ പുരോഹിതനായ അഹിമലേക്കിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. അഹിമലേക്ക് സംഭ്രമത്തോടെ ദാവീദിനെ എതിരേറ്റുകൊണ്ട് ചോദിച്ചു, നീ എന്താണ് തനിച്ച്? കൂടെ ആരുമില്ലേ? ദാവീദ് പറഞ്ഞു, രാജാവ് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ ഏൽപ്പിച്ചയക്കുന്ന കാര്യം ആരും അറിയരുതെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുമുണ്ട്. എൻ്റെ ഭൃത്യന്മാരോട് ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആകയാൽ അങ്ങയുടെ കൈവശം എന്തുണ്ട്? എനിക്ക് 5 അപ്പം തരുക, അല്ലെങ്കിൽ ഉള്ളതാകട്ടെ. പുരോഹിതൻ ദാവീദിനോട് പറഞ്ഞു, വിശുദ്ധ അപ്പമല്ലാതെ സാധാരണ അപ്പം എൻ്റെ കൈവശമില്ല. നിൻ്റെ ഭൃത്യന്മാർ സ്ത്രീകളിൽ നിന്ന് അകന്ന് നിന്നവരാണെങ്കിൽ മാത്രമേ തരികയുള്ളൂ. ദാവീദ് പറഞ്ഞു, സത്യമായി ഞാൻ യാത്ര പോകുമ്പോഴൊക്കെ ഞങ്ങൾ സ്ത്രീകളിൽ നിന്ന് അകന്നിരിക്കും. സാധാരണ യാത്രയിൽ പോലും എൻ്റെ ഭൃത്യന്മാരുടെ പാത്രങ്ങൾ ശുദ്ധിയുള്ളവയായിരിക്കും. അതിലെത്രയോ അധികമായി ഇന്ന്. പുരോഹിതൻ അവന് വിശുദ്ധ അപ്പം കൊടുത്തു. പുതിയത് പകരം വയ്ക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും എടുത്തു മാറ്റിയ സാന്നിധ്യം അപ്പമല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. സർവജ്ഞനായ ഭരണകർത്താവൻ തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊതുവിധം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എൻ്റെ കർത്താവ്, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. പൗലോസ്ലീഹ കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും
ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധരായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധരായി പങ്കുചേരുന്നു. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങൾ ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച പ്രത്യാശയുണ്ട്. ഞങ്ങൾ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നത് പോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുകയും എന്ന് ഞങ്ങൾക്കറിയാം. സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. മനോഹരപൂരിത കവിത തൂലിക പോലെ നാവിപ്പോ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ. പാടിടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സദാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 11-14 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവന് പറഞ്ഞു, അന്തഃഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഃഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസബൂലിനെ കൊണ്ട് പിശാചുകളെ പുറത്താക്കുന്നുവെന്നു നിങ്ങൾ പറയുന്നു. ബേൽസബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോടുകൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം നമുക്കൊക്കെ സുപരിചിതമായ ഒരു സംഭവം ലൂക്കാസ് സുവിശേഷകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ. അതിലേറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ പിശാച് പിടുത്തം എന്ന് പറയുന്നത്. പിശാചുക്കളെ ബാധിച്ചവർ ഒത്തിരിയേറെ പേര് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ പിശാച് ബാധിച്ച ഒരു ഊമനെ സുഖപ്പെടുത്തുന്ന ഒരു തിരുവചന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഇടയിലുണ്ടായ ഒരു സംവാദമാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിൻ്റെ ആധാരം. അപ്പോൾ കർത്താവിനോട് ഈ പിശാച് പിടുത്തം നടത്തുമ്പോൾ അവർ പറയുന്നുണ്ട്, നീ ആരുടെ പേരിലാണ് ഈ പിശാചിനെ പിടിക്കുന്നത്? അപ്പോൾ പിശാചുകളുടെ തലവനായ ബെൽസബൂൽ. അപ്പോൾ ആരാണ് ബെൽസബൂൽ? ബെൽസബൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് പുതിയ നിയമത്തിലാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിൽ നമുക്കറിയാം ബാൽദേവനെ കുറിച്ച്. അപ്പോൾ ഈ ബാൽദേവൻ്റെ മറ്റൊരു രൂപമാണ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ബെൽസബൂൽ. അപ്പോൾ ഈ ബെൽസബൂൽ അവരുടെ സാത്താൻ്റെ ഒരു ലീഡറാണ്. നമുക്കൊക്കെ പെട്ടെന്ന് സുപരിചിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക ലൂസിഫർ എന്നുള്ളൊരു പേര് നമ്മൾ ചിന്തിക്കുക. നരകത്തിലെ അല്ലെങ്കിൽ പിശാചുകളുടെ തലവനെയാണ് ലൂസിഫർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ തിന്മകളുടെ അല്ലെങ്കിൽ പിശാചുക്കളുടെ സാത്താൻ്റെ നേതാവിനെ വിളിക്കുന്ന പേരാണ് ബെൽസബൂൽ. അപ്പോൾ ഈ ബെൽസബൂലിനെ കൊണ്ടാണ് പിശാചുകൾ പുറത്താക്കുന്നതെങ്കിൽ കർത്താവ് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു യുക്തിയുണ്ട്. എന്താണ് യുക്തി? ഒരു വർഗത്തിൽ അല്ലെങ്കിൽ ഒരു സംഘത്തിലെ തലവൻ ആ സംഘത്തിലെ ആളുകളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സംഘവും ആ സംഘടനയും ആ സമൂഹവും രാജ്യവും നശിച്ചു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് അന്തഃഛിദ്രമുള്ള ഭവനവും നാടും വീടും ഒക്കെ നശിച്ചു പോകുമെന്ന്. ഒരാൾ പോലും തൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന തരത്തിൽ തൻ്റെ സമൂഹത്തെ നശിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയില്ല. എന്നിട്ട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് ഇതെല്ലാം ഒഴിപ്പിക്കുന്നത്? അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു സംസ്കാരം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് കർത്താവ് വന്നിട്ട് മാത്രമല്ല ഇതുപോലെ പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടുള്ളത്. ഇതിനു മുൻപും അവിടെ ചില പ്രക്രിയകൾ നടന്നിരുന്നു. അത് പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു പിശാചുപിടുത്തമായിരുന്നില്ല. ഇന്നും നമുക്ക് ചുറ്റും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ കാണുന്നില്ലേ? ഇതിനു മുൻപ് ഉണ്ടായിരുന്നു, കുറച്ച് നാളുകൾക്ക് മുൻപേ. ഇപ്പം പിന്നെ കുറവാണ്. തലമുറകൾ മാറുമ്പോൾ അത് കുറച്ച് കുറയുന്നുണ്ട്. പക്ഷെ എങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ പലവഞ്ചിയിലും കാലുവെച്ച ചരിത്രം നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ നാട്ടിലുമുണ്ട്, നമ്മുടെ സമൂഹത്തിലുമുണ്ട്. അപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി അന്നും ഇന്നും ദൈവരാജ്യത്തിൻ്റേതല്ലാത്ത മറ്റു പല രാജ്യങ്ങളെ തേടിക്കൊണ്ട് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? ബെൽസബൂലിനെ കൊണ്ടാണെങ്കിൽ എങ്ങനെയാണ് സ്വന്തം രാജ്യം നശിപ്പിക്കാൻ അവൻ പെരുമാറുക? ഇനി ഞാൻ എൻ്റെ ദൈവത്തെ കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, കർത്താവ് വന്നത് എന്തിനാണ്? കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവരാജ്യം സംസ്ഥാപിതമാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ പിശാചുക്കളെ പുറത്താക്കി ദൈവത്തിൻ്റെ രാജ്യത്തെ ഇവിടേക്ക് കൊണ്ടുവരിക, അതാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ കർത്താവ് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ കൂട്ടായ്മകളിൽ അന്തഃഛിദ്രം ഉണ്ടാകരുത്. അന്തഃഛിദ്രം വന്നാൽ അവിടെ നശിച്ചു പോകും. ഈ അന്തഃഛിദ്രം എന്ന വാക്കിന് ഇത് ഗ്രീക്ക് ഭാഷയിലാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ദിയാമെറീസോ എന്നാണ്. ഈ വാക്കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ഇംഗ്ലീഷ് പരിവർത്തനം എന്ന് പറയുന്നത് ടു ഡിവൈഡ് ഇൻ ടു പാർട്സ്, അതായത് ചിന്ന ഭിന്നമാക്കുക. അതാണ് കൃത്യമായിട്ട്. ചിന്ന ഭിന്നമാക്കിക്കൊണ്ട് ഒരു സമൂഹത്തെ നശിപ്പിക്കുക, ഒരു വീടിനെ നശിപ്പിക്കുക, ഒരു ഭവനത്തെ നശിപ്പിക്കുക. അങ്ങനെ ചിന്ന ഭിന്നമാക്കിക്കൊണ്ട് ഏതൊരുവനാണോ ഏതൊരു സമൂഹത്തെയോ വീടിനെയോ ഭവനത്തെയോ നശിപ്പിക്കുന്നതെങ്കിൽ അവൻ പിശാചിന് തുല്യനാണ്. അവനിൽ സാത്താനുണ്ട്, അവനിൽ തിന്മയുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ പുറത്താക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്
ഈശോ ഈ തിരുവചനത്തോട് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ ഭവനത്തിലോ നമ്മുടെ കൂട്ടായ്മകളിലോ അന്ധചിത്രത്തിൻ്റെതായ അല്ലെങ്കിൽ എന്താ പറയുക വിഭജനത്തിൻ്റെതായ എന്തെങ്കിലും തിന്മയുടെ സാധ്യതകളുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അതിജീവിക്കുവാനും അതിനെ ഒഴിവാക്കുവാനും നമ്മൾ പരിശ്രമിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ വളരുകയല്ല, നമ്മൾ തളരുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. കുറച്ച് നാൾ വരെ എന്തൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്? കേരളത്തിലും ജാതി മത രാഷ്ട്രഭേദമന്യേ ഇങ്ങനെ എന്താ പറയുക ഒറ്റക്കെട്ടായിട്ട് വയനാടിന് വേണ്ടി പൊരുതുമ്പോൾ എവിടെയോ വായിച്ചു തോർക്കുന്നു, ദുരന്തങ്ങൾ കടന്നു പോകും, മനുഷ്യൻ വീണ്ടും മനുഷ്യനാകും. എന്താണ്? വീണ്ടും പഴയ സ്വഭാവം കാണിക്കും. എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ, കൈപിടിക്കുമ്പോൾ, താങ്ങായി കൈത്താങ്ങായിട്ട് ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ അവൻ്റെ ജാതിയോ അവൻ്റെ മതമോ അവൻ്റെ പ്രത്യേകതകളൊന്നും തന്നെ നോക്കുന്നില്ല, രക്ഷപ്പെടാൻ ഒരു കൈത്താങ്ങ് മാത്രം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് വിഭജനങ്ങൾ വേണ്ട, നമുക്ക് എന്താ പറയുക ഭിന്നതകൾക്ക് വേണ്ട. നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം, ഒരുമിച്ച് മുന്നേറാം. അത് കുടുംബത്തിലായാലും ഇടവകയായാലും സമൂഹമായാലും. എങ്കിലേ വളരുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. ഇത് ഒരു വലിയ സത്യമാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഇടവക സമൂഹത്തെയും മുന്നോട്ട് നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, അശുദ്ധാത്മാവിനെ പുറത്താക്കിക്കൊണ്ട് അശുദ്ധാത്മാവ് പിന്നീട് തിരിച്ചു വരുമ്പോൾ ഈ വീട്, ഈ ഭവനം എവിടെയെങ്കിലും കയറി ചെല്ലാനായിട്ട് സ്ഥലം കിട്ടിയില്ലെങ്കിൽ എവിടെ നിന്നാണോ പോയത് അവിടേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീട് അടിച്ചു വാരി കൃത്യമായി നല്ല വൃത്തിയുള്ളതാക്കി ഇട്ടിട്ട് കിടക്കുന്ന വീട്ടിലേക്ക് കുറച്ചുകൂടി കൂടുതൽ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് അശുദ്ധാത്മാക്കൾ കയറി വരുമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സത്യത്തിൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും, അപ്പോൾ പിന്നെ ഈ പിശാചുകളെ പുറത്താക്കിയിട്ട് ഒരു പിശാചേ ഉണ്ടായുള്ളൂ കൂടെ. ഇനി പുറത്താക്കി കഴിഞ്ഞ് റെഡിയാവാൻ നന്നാവാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അതിനേക്കാളും കൂടുതൽ പിശാചുകളാണ് എന്നെ ആക്രമിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പിന്നെ എങ്ങനെ രക്ഷപ്പെടും എന്ന നിരാശ കൊണ്ട് നമുക്ക് ചിന്തിക്കാം. പക്ഷേ സത്യത്തിൽ അതല്ല ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം പിശാച് പുറത്തു പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു സ്വസ്ഥതയുണ്ട്, ഒരു ശാന്തതയുണ്ട്, അവിടെ വൃത്തിയാണ്, അവിടെ ക്ലീനാണ്. പക്ഷെ ഈ ക്ലീനായ സ്ഥലത്തെ, ഈ ഒരു സ്വസ്ഥമായ സ്ഥലത്തെ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ കിണഞ്ഞ് പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈശോ നമ്മോട് പറയുക. ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ നമ്മൾ അലസരായാൽ അവിടെ വീണ്ടും പിശാച് കയറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചിലരൊക്കെ ധ്യാനം കൂടിയോ നല്ലൊരു തീരുമാനമെടുത്തോ പലതും ജീവിതത്തിൽ നിന്നൊക്കെ വേണ്ടാത്തതൊക്കെ ഉപേക്ഷിച്ച് നല്ല മകനായി നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ തീരുമാനിച്ചിട്ട് ഒരു മുന്നോട്ട് പോകുന്ന അവസരത്തിലായിരിക്കും പിന്നെ നമ്മൾ കേൾക്കുന്ന അവൻ അതിനേക്കാൾ വലിയ പ്രശ്നമായി, അല്ലെങ്കിൽ അവൾ അതിനേക്കാളും വലിയ അപകടത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കൂടുതൽ മോശമായി എന്ന് നമ്മൾ കേൾക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അലസന്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ്. വൃത്തിയാക്കിയിടുന്ന ഭവനത്തെ അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുവാൻ കുറച്ച് കിണഞ്ഞ് പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തെയും നമ്മുടെ ഭൗതിക ജീവിതത്തെയും നമ്മുടെ ഭവനത്തെയും നമ്മുടെ വ്യക്തിത്വത്തെയും ഈശോയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ വൃത്തിയാക്കി കുമ്പസാരത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ത്യാഗത്തിലൂടെ, ഉപവാസത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമം നിരന്തരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കുക, അവിടേക്ക് പിശാച് കടന്നു വരും, തിന്മയുടെ സാന്നിധ്യം കടന്നു വരും. അവിടെ നമ്മൾ ജാഗരൂകരായിരിക്കണം, ജാഗ്രതയോടെ ഇരിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ ഇടവക, നമ്മുടെ ജീവിതം, അവിടെ പിശാചിന് സ്ഥാനം കൊടുക്കാതിരിക്കുക, ഭിന്നിപ്പിൻ്റെ സ്വരങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതിരിക്കുക. എങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇനി ആ ദൈവരാജ്യ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ
അത് എന്നും നിലനിർത്താനുള്ള ഒരു തീരുമാനവും അതിനുള്ള പരിശ്രമവും നമുക്ക് ആവശ്യമാണ്. അവിടെ നമ്മൾ ഉടപ്പരുത്. വിശുദ്ധ കുർബാനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ത്യാഗത്തിലൂടെയും കുടുംബ പ്രാർത്ഥനയിലൂടെയും കുമ്പസാരത്തിലൂടെയൊക്കെ എപ്പോഴും സജീവമായി നിലനിർത്താൻ നമുക്ക് സാധിക്കണം. എങ്കിൽ പിശാചിന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവുണ്ടായിക്കൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓർക്കുക, കൂട്ടായ്മയുള്ള സ്നേഹമുള്ള ഒരിടത്താണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവുക. അതിൽ നിന്നുള്ളതെല്ലാം പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിലൂടെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഓഗസ്റ്റ് 4-ാം തീയതിയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ തിരുനാളാണ്. ഇടവക വികാരിച്ചന്മാരുടെ പ്രത്യേക മധ്യസ്ഥനും കൂടിയാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് എല്ലാ ഇടവക വികാരിച്ചന്മാരെയും പ്രത്യേകമായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ ദൈവം അവരിലൂടെ സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങൾ നമുക്കും നമ്മുടെ സമൂഹത്തിനും ഈ നാടിനുമൊക്കെ നൽകുവാൻ കർത്താവിൻ്റെ വലിയ കൃപയുണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ഇന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് ദൈവജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏക സത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്ലേഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവവിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗസ്വഭാഗ്യത്തിന് അർഹരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കടങ്ങളെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ ഈ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിടവുമിതാ പാവനബലിപീഠേ സ്നേഹഭയങ്ങളുടണയുകനാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ മറിയത്തിൻ്റെയും നീതിമാനായ മറിയൂസ് പിതാവിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ ഓർമ്മയോടുകൂടെ വിജയമരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടി രക്തസാക്ഷികളുടെയും സ്മരണ
വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മളെ സഹായിക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈവികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, നിങ്ങളെ അറിയിച്ചതുപോലെ ഇന്നത്തെ ഈ സ്തോത്ര കാഴ്ച വയനാട് ദുരന്തത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ സ്തോത്ര കാഴ്ച നമ്മൾ ചെയ്യുക. ഇത് നമ്മൾ കളക്ട് ചെയ്ത് അത് രൂപതയിലേക്ക് നമ്മൾ കൊടുക്കും. രൂപതയിൽ നിന്ന് അവരത് വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് പ്രത്യേകിച്ച് ആ മക്കൾക്ക് വേണ്ടി നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളെ പൂർണ്ണമായി നിൻ്റെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുന്നു. മഴക്കെടുതി മൂലം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഏറ്റവും പ്രത്യേകമായി വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശത്ത് നടന്ന ദുരന്തത്തിലകപ്പെട്ട എല്ലാ മക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മരണമടഞ്ഞവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ പുനരധിവാസത്തിനും അവരുടെ സംരക്ഷണത്തിനുമായി ഞങ്ങൾ എടുക്കുന്ന സ്തോത്ര കാഴ്ചയെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് ഈ ഒരു നിയോഗത്തിനായിട്ട് നൽകുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സമൂഹത്തെയും എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുകയും ഞങ്ങളെ നയിക്കുകയും വളർത്തുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, കാവലും മാലാഖമാരെ, വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാർട്ടിയാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരനെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ദൃഷ്ടി നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ.
നമുക്കെല്ലാവർക്കും അനതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ബൈബിൾ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മതമാതിനു വേണ്ടി പ്രാർത്ഥന തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശുവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്മേനും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രൂവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തെ സ്തോത്രം പാടി നമിച്ചിടാം. ഓശാന ഗീതങ്ങൾ പാടി പുകഴ്ത്തിടാം. ഹൃദയത്തിൽ സ്വർഗത്തെ സ്തോത്രം പാടി നമിച്ചിടാം. രാജാതിരാജനെ താണുവണങ്ങിടാം. സൃഷ്ടാവാം ദൈവത്തെ വാഴ്ത്തി പാടിടാം. രാജാതിരാജനെ താണുവണങ്ങിടാം. സൃഷ്ടാവാം ദൈവത്തെ വാഴ്ത്തി പാടിടാം. ദൂതന്മാരും ഭൂവാസികളും ഒന്നായി പാടും ഓശാന. അത്യുന്നതനാം ദൈവപിതാവേ ഓശാന ഓശാന. ദൂതന്മാരും ഭൂവാസികളും ഒന്നായി പാടും ഓശാന. അത്യുന്നതനാം ദൈവപിതാവേ ഓശാന ഓശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നതിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ
മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, മാർ ഫ്രാൻസിസ് പാപ്പാക്കും മാർ ആപ്പിൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപൊലീത്താക്കും മാർ ആൻഡ്രൂസ് മെത്രാപൊലീത്താക്കും മാർ പൗളി മെത്രാനും പുരോഹിതന്മാർ ശംശാന മനസ്സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യസ്തരവരി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും, രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും, മാരകമായ സുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും, വിദൂരസ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചവർക്കും, പ്രത്യേകിച്ച് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും, ദുരിതത്തിൽ മരണമടഞ്ഞു പോയ എല്ലാവരുടെയും ആത്മശാന്തിക്കും, അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിന് വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനോ വിധമെന്നോട് തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീസുതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടങ്ങി കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരരത്നങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദരത്തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമീൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തെ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ആവരണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവനായകവും ദൈവികമായ വചനങ്ങളുടെ മാത്രം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. കൈകൾ കൂപ്പി തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വഴി എല്ലാ ആധ്യാത്മിക ദാനം നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു.
ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട നമ്മുടെ സമൂഹത്തെ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് മിശിഹ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്തുതിർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യങ്ങൾ പങ്കുകൊണ്ട് സന്തുഷ്ടരായി നമ്മെ അവിടുന്ന് മഹത്വമണിയിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നനുസരിച്ച് കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ എന്നറിഞ്ഞുകൂടാ.